ഓം ശാന്തി. ഒരു ഗ്രാമത്തില് ഒരു നല്ലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ വളരെ സത്യസന്ധനും നല്ല കഴിവുള്ളവനും നല്ല പരിശ്രമിയൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ യുവാവിൽ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമില്ല, വെറുതെ ഇരുന്ന് വ്യർത്ഥമായി ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ സന്തോഷത്തെ ഇല്ലാണ്ടാക്കും. അവൻ എപ്പോഴും വിചാരിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ ഒത്തിരി വലുതാണല്ലോ, നല്ലവരാണല്ലോ, എനിക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടോ? എൻ്റെ പക്കൽ ഇന്ന ഇന്ന സാധനങ്ങൾ ഇല്ലല്ലോ, അവർക്ക് അതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. ഇതൊഴിച്ചാൽ അവൻ പെർഫെക്റ്റ് ആണ്. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി വന്നു. അദ്ദേഹം പറഞ്ഞു, വ്യർത്ഥ സങ്കല്പങ്ങൾ അതൊരിക്കലും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് നമ്മുടെ സമർത്ഥ സങ്കല്പങ്ങളാണ്. ഈ ഒരു വാക്ക് ആ യുവാവിന്റെ മനസ്സിൽ നല്ലതുപോലെ പതി. അവൻ നേരെ വീട്ടിലേക്ക് പോയി. ആ സമയം മുതൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഭാവനയിൽ കണ്ട് എൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നത്? എനിക്ക് ഈശ്വരൻ എന്തൊക്കെ തന്നിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്. ആ സമർത്ഥമായ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ എന്തൊക്കെയാണ് സാർത്ഥകമാക്കിയിട്ടുള്ളത്, അതിനെക്കുറിച്ച് സമർത്ഥമായ ചിന്തകൾ രചിക്കണം. കൂടുതൽ ദിവസം അദ്ദേഹം തൻ്റെ സമർത്ഥ സങ്കല്പങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കും ചിലതൊക്കെ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് വന്നു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം UPSC എക്സാം അറ്റൻഡ് ചെയ്തു. അതിൽ പാസ്സായി. അങ്ങനെ ആ ഗ്രാമത്തിലെ ആദ്യത്തെ IAS അധികാരിയായിട്ട് ആ യുവാവ് മാറുകയായിരുന്നു. ഒരുപക്ഷെ എനിക്കത് സാധിക്കുമോ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ അവൻ ആ ഗ്രാമത്തിലെ ഒരു തനി ഗ്രാമീണനായി ജീവിച്ചു പോകേണ്ട ആളായിരുന്നു. ഒരു ചെറിയൊരു മോട്ടിവേഷൻ സ്വയം കൊടുത്തപ്പോൾ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് സ്വയം ഭഗവാൻ നമ്മളോട് പറയുന്നു. ആത്മീക സ്ഥിതിയിൽ ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാവും. കാരണം ഏതൊരു സമർത്ഥ സങ്കല്പങ്ങളും ആത്മീക ശക്തി അല്ലെങ്കിൽ ആത്മാവിലെ ഊർജത്തെ നിറയ്ക്കുന്നു. നമ്മുടെ സമയവും സഫലമാകും. വ്യർത്ഥ സങ്കല്പം നമ്മുടെ ഊർജത്തെയും നമ്മുടെ സമയത്തെയും നഷ്ടമാക്കുന്നു. അതുകൊണ്ട് വ്യർത്ഥ സങ്കല്പങ്ങൾ മനസ്സിൽ രചിക്കുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഞാൻ ആത്മാവാകുന്ന രചയിതാവ് രചിക്കുന്ന തൻ്റെ രചനകൾ തന്നെയാണ് ആത്മാവിനെ കഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. നോക്കൂ, നമ്മൾ അനുഭവിക്കുന്ന ഏത് ടെൻഷൻ എടുത്താലും മറ്റാരും തരുന്നതല്ലത്. ആ ചിന്തകളുടെ രചയിതാവും നമ്മൾ തന്നെയാണ്, അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ലഹരി മെയിൻറ്റെയിൻ ചെയ്യൂ. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാവാണ്, ഞാൻ സമർത്ഥനായ ആത്മാവാണ്. ഒരിക്കൽ പോലും നമുക്ക് ഒരു തരത്തിലുള്ള പരവശതയും അനുഭവപ്പെടില്ല. മാത്രമല്ല, മറ്റുള്ള ആളുകളുടെ പരവശത ഇല്ലാതാക്കാനും നമുക്കതിലൂടെ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, പോസിറ്റീവ് തോട്ട്സ് ഗിവ് യുവർ സോൾ വിങ്സ് ടു ഫ്ലൈ. ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാപ്പി. നമുക്ക് സാധിക്കും, എനിക്ക് സാധിക്കും. അതിൽ പരിപൂർണമായിട്ടും ശ്രദ്ധ കൊടുക്കും. അടുത്തതായി, യൂസ്ലെസ് തോട്ട്സ് ഡ്രെയിൻ യുവർ എനർജി ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഡ്രെയിൻ ഫോൺ ബാറ്ററി. നമ്മൾ ചില അനാവശ്യമായ ആപ്ലിക്കേഷൻ എല്ലാം ഫോൺ ഇൻസ്റ്റാൾ ചെയ്താൽ ഇത് ഫോണിൻ്റെ പെർഫോമൻസിനെ കുറയ്ക്കും, ബാറ്ററി യൂസേജ് കൂടും. അതുപോലെയാണ് അനാവശ്യമായ ചിന്തകൾ ആത്മാവിൻ്റെ ശക്തിയെയും നശിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, റിമെമ്പറിങ് ഐ ആം എ മാസ്റ്റർ സോൾ ബൂസ്റ്റ് കോൺഫിഡൻസ് ബിയോണ്ട് ലിമിറ്റ്സ്. നമുക്ക് എന്തൊക്കെ പരിധികളുണ്ടോ അതിനപ്പുറത്തേക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുവരും. ആ സ്വാഭിമാനത്തെ മെയിൻറ്റെയിൻ ചെയ്യും.
A powerful soul becomes light for others. ഒരു ശക്തിശാലിയെ ആത്മാക്കൾ എപ്പോഴും മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്നതായിരിക്കും. ജസ്റ്റ് ലൈക്ക് എ ക്യാൻഡിൽ ലൈറ്റ്സ് മെനി വിത്തൗട്ട് ലോസിങ് ഇറ്റ്സ് ഓൺ ഗ്ലോ. സ്വന്തം പ്രകാശം നഷ്ടപ്പെടുത്താതെ തന്നെ എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന വിളക്കിനെ കണ്ടിട്ടില്ലേ? അതുപോലെ മറ്റു പ്രത്യേകത, യൂസ് ദ പവർ ഓഫ് ഡിറ്റർമിൻ തോട്ട്സ് ടു മേക്ക് എവറി മൊമെന്റ് ഫ്രൂട്ട്ഫുൾ. നമ്മുടെ ഓരോ സെക്കൻഡുകളെയും നമുക്ക് ഉപയുക്തമാക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾക്ക് തീരുമാനമുണ്ട്. സങ്കല്പശക്തിയെ നന്നായിട്ട് ഉറപ്പിക്കും, ശരിയായ തീരുമാനങ്ങളെടുക്കും. ഇതാണ് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യർത്ഥ സങ്കല്പങ്ങൾ ഒരിക്കലും നമ്മളെ ഉയരങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കില്ല. രാവണൻ ജടായുവിന്റെ ചിറക് വെട്ടിയതുപോലെയാണ് ആ രാവിനെ വണങ്ങുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ആത്മാവാകുന്ന ജടായുവിനെ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള എൻ്റെ ചിറകുകൾ, എൻ്റെ കോൺഫിഡൻസ്, ഉന്മേഷം, ഉത്സാഹം, സന്തോഷം, ഈ ചിറകുകളെല്ലാം അരിഞ്ഞുകളെ. അതുകൊണ്ട് സദാ പറന്നുകൊണ്ടിരിക്കും. ഉന്മേഷത്തിന്റെ ചിറകുകൾ വിരിച്ച് വിജയത്തിൻ ലോകത്തേക്ക് എന്നും പറക്കും. ഓം ശാന്തി.